നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഈ വർഷത്തെ ഫേവററ്റ് തിയേറ്റർ എക്സ്പീരിയൻസുകളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്. മോസ്റ്റ് പ്രോബബ്ലി ടെക്നിക്കൽ ആയിട്ട് എന്തൊക്കെ ബെസ്റ്റായിട്ട് തോന്നിയെന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. അത് ഏത് തിയേറ്ററിൽ നിന്നാണ് എനിക്കത് ലഭിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആക്ച്വലി ഇവിടെ ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എൻ്റെ ഫേവററ്റ് സിനിമയാണെങ്കിലും ഫേവററ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണെങ്കിലും അത് മഞ്ഞുമൽ ബോയ്സ് ആണ്. എനിക്ക് ആ സിനിമ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ആ സിനിമ ഈ വർഷം ആദ്യത്തെ ക്വാർട്ടറിൽ ഇറങ്ങിയ സിനിമകളിലൊന്നാണത്. പക്ഷേ എനിക്ക് ആ സിനിമ ഭയങ്കരമായിട്ട് കണക്റ്റായി. ഞാൻ ആ സിനിമയുടെ സീനുകൾ ഇപ്പോഴും കാണാറുണ്ട്. അതിൻ്റെ മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് ഫ്ലാറ്റ് റേഷ്യോ സിനിമയായിരുന്നു. അങ്ങനെ എല്ലാ രീതിയിലും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് സിനിമ. ഞാൻ ആ സിനിമ തിയേറ്ററിൽ 4 പ്രാവശ്യം കണ്ടു. പക്ഷേ ആ 4 പ്രാവശ്യത്തിൽ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഹൈലി സ്റ്റാൻഡ് ഔട്ടായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ ഫേവററ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് അതായി മാറിയത്. എൻ്റെ ഫേവററ്റ് ഞാനത് PVR വനിത വനിത PVR 2 പ്രാവശ്യം കണ്ടു. വനിത വനിതയെന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കോയമ്പത്തൂരിലെ ബ്രോഡ്വേ സിനിമാസിലുള്ള എപ്പിക് സ്ക്രീൻ എന്നത് കണ്ട്. അടുത്ത എപ്പിക് സ്ക്രീൻ എന്ന് പറയുന്നത് 70 ഫീറ്റുള്ള ഫ്ലാറ്റ് സ്ക്രീനാണ്. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, നേരത്തെ കണ്ടിട്ടുണ്ടാകും. ഇടയ്ക്ക് ഞാൻ അതിനെക്കുറിച്ച് ട്വീറ്റും ചെയ്യാറുണ്ട്, കാരണം പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള തിയേറ്ററാണത്. അപ്പോൾ അവിടെ നിന്ന് ഈ സിനിമയുടെ എക്സ്പീരിയൻസ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. കിഡിലിൻ അറ്റ്മോസ്, അത് ഫ്ലാറ്റ് റേഷ്യോ ആണ്. ആ സിനിമ അവിടെ മാത്രമായിരുന്നു ഫുൾ സ്ക്രീൻ പ്ലേ ചെയ്യുന്നത് എപ്പിക്കിൽ. ഞാൻ ആക്ച്വലി PVRലെ OD2 എന്നാണോ OD3 എന്നാണല്ല അവിടെ നിന്ന് കാണാൻ നോക്കിയിരുന്നു. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ആ DCP വന്നത് പ്രത്യേക രീതിയിലായിരുന്നു. ആ DCPയിൽ അതായത് നമ്മൾ ഫ്ലാറ്റ് സ്ക്രീനിൽ പ്ലേ ചെയ്താൽ 4 സൈഡിലും ബ്ലാക്ക് ബാർ ആയിരിക്കും. നടുക്ക് മാത്രമേ സിനിമ ഉണ്ടാവുള്ളൂ. നോർമൽ സ്കോപ്പ് സ്ക്രീനിൽ കണ്ട് 2 സൈഡിലും യൂഷ്വലി ഇവിടെ ബ്ലാക്ക് ബാർ ഉണ്ടാവും. പക്ഷേ ഈ സിനിമ എപ്പിക്കിൽ അത് ഫുൾ സ്ക്രീനായിരുന്നു. ഭയങ്കര കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ്. സൗണ്ടും അറ്റ്മോസ്ഫിക്സൊക്കെ ഇത്രയും കിട്ടില്ല. അത് 4 പ്രാവശ്യം കണ്ടപ്പോൾ ഏറ്റവും ബെസ്റ്റ് അറ്റ്മോസിൻ്റെ എക്സ്പീരിയൻസ് കിട്ടിയ അവിടെ നിന്നാണ്. അതും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ലെവൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഓഡിയൻസ്, അതായത് ഒബ്വിയസ്ലി കോയമ്പത്തൂരാണ്, തമിഴന്മാരാണ് കൂടുതലുണ്ടായിരുന്നത്. അതായത് തമിഴ്നാട്ടിലെ ഒബ്വിയസ്ലി ഫാമിലീസൊക്കെയാണ് കൂടുതലുണ്ടായിരുന്നത്. അവരുടെ ഒപ്പം ഇരുന്ന സിനിമ കാണുമ്പോൾ അവർ ആ സിനിമയ്ക്ക് കൊടുത്ത ഒരു ഹൈപ്പും ഉണ്ട്. അവർ ആ സിനിമയുടെ കൈയടിക്കുന്നതും അവർ ആ സിനിമയ്ക്ക് അനുസരിച്ച് ഇമോട്ട് ചെയ്യുന്നതൊക്കെ അത് ഈ സിനിമയുടെ എക്സ്പീരിയൻസിലേക്ക് എനിക്ക് ആഡ് ചെയ്യുമെന്ന് വേണം പറയാൻ. ആ ലെവലിൽ ഒരു ഇൻവോൾവ്മെൻറ്റ് ക്രൗഡിൽ നിന്ന് ഞാൻ ആക്ച്വലി എനിക്ക് കേരളത്തിൽ നിന്ന് കണ്ടപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് സത്യമാണ്. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ബട്ട് അതിനേക്കാൾ കൂടുതൽ ഒബ്വിയസ്ലി എനിക്ക് എൻ്റെ അറ്റ്മോസ്ഫിക്സും ആ സിനിമ ഫുൾ സ്ക്രീനായിട്ട് ഒരു ഇമേഴ്സീവായിട്ട് എക്സ്പീരിയൻസ് ആയിരുന്നതും പിന്നെ പേഴ്സണൽ സിനിമ അത്രയും ഇഷ്ടമായിട്ടും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഇതാണ് എനിക്ക് ആ സിനിമ എൻ്റെ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആക്കുന്നത്. ഇത് എൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആയിരിക്കില്ല, കാരണം എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൻ എന്നെപ്പോലെ ട്രാവൽ ചെയ്ത് സിനിമ കാണാൻ താല്പര്യമില്ലാത്ത ആളാണ്. അവൻ എൻ്റെ ഇപ്പോൾ എപ്പിക്കിൽ വന്ന് ആ സിനിമ കണ്ടപ്പോഴാണ് അവൻ എന്നോട് പറയുന്നത്, നീ അറ്റ്മോസ്ഫിയറെ കുറിച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, അത് എന്താണെന്ന് എനിക്ക് കൃത്യം മനസ്സിലാവാറില്ല. ഈ സിനിമ കണ്ടപ്പോൾ അവന് മനസ്സിലായെന്നാൻ പറഞ്ഞു. കാരണം അത്രയും നല്ല രീതിയിലാണ് അതിലെ സൗണ്ട് മിക്സ് ചെയ്തിരിക്കുന്നത്. അത് അത്രയും ബെസ്റ്റ് രീതിയിൽ എപ്പിക് സ്ക്രീനിന് ഡെലിവറി ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് സത്യം. അവൻ എന്നോട് പറഞ്ഞത്, ഞാൻ ഇനി അവിടെ എപ്പിക് സ്ക്രീനിൽ ഇതുപോലെ വല്ല സിനിമയും കാണാൻ പോവാണ് സ്പെഷ്യലായിട്ട്, അവനെ വിളിക്കണം എന്നാണ് പറഞ്ഞത്. ഞാൻ അവൻ്റെ ഒപ്പം ബ്രോഡ്വേ സിനിമാസിൽ പിന്നെ ഞാൻ പോയിട്ടുണ്ട് ഐമാക്സ് ഉൾപ്പെടെയുള്ള സിനിമകൾ കാണാൻ. സോ ദാറ്റ് ഈസ് മൈ ഫേവററ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഓഫ് ദിസ് ഇയർ. 2D എന്നല്ല, എനിക്ക് പേഴ്സണലി അതാണ് എൻ്റെ ഫേവററ്റ് എക്സ്പീരിയൻസ്. പിന്നെ അത് കൂടാണ്ട് എൻ്റെ ബെസ്റ്റ് ഐമാക്സ് എക്സ്പീരിയൻസ് ഈ വർഷത്തെ ഡ്യൂൺ 2 ആണ്. അതും ഒബ്വിയസ്ലി ബ്രോഡ്വേ സിനിമാസ് കോയമ്പത്തൂരിലെ ഐമാക്സ് സ്ക്രീൻ, അതായത് സൗത്ത് ഇന്ത്യയിലെ ഏക 4K ലേസർ 12 ചാനൽ സൗണ്ടുള്ള ഐമാക്സ് ആണത്. അവിടെ നിന്നാണ് എനിക്ക് എക്സ്പീരിയൻസ് കിട്ടിയത്. കിഡിലൻ പിക്ചർ ക്വാളിറ്റി, നല്ല കിഡിലൻ 12 ചാനൽ സൗണ്ട്, അതിൻ്റെ ഒപ്പം കിഡിലൻ സിനിമ. ആ സിനിമ ഞാൻ 3-4 തവണ കണ്ടാണ്. 4DX ഉൾപ്പെടെയുള്ള ഫോർമാറ്റിൽ ഞാൻ ആ സിനിമ കണ്ടാണ്. ബട്ട് ഐമാക്സ് എക്സ്പീരിയൻസ് വാസ് അൺമാച്ച്ഡ്. അതുകൊണ്ട് തന്നെ അതാണ് എൻ്റെ ഫേവററ്റ് ഐമാക്സ് എക്സ്പീരിയൻസ് ഓഫ് ദി ഇയർ. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫേവററ്റ് 3D എക്സ്പീരിയൻസ് ഓഫ് ദി ഇയർ എന്ന് പറയുന്നത് ഡെസ്പിക്കബിൾ മീ 4 ആണ്. അതെനിക്ക് കിട്ടിയത് PVR PXL കൊച്ചിയിൽ നിന്നാണ്. PVR PXL കൊച്ചിനെ കുറിച്ചുള്ള കംപ്ലൈൻറ്റുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ അവർ ബെസ്റ്റ് രീതിയിൽ ഡെലിവർ ചെയ്യുമ്പോൾ ദേ ആർ ടോപ്പ്. അത് ഡെസ്പിക്കബിൾ മീ എന്ന് പറയുന്ന സിനിമയുടെ റിയൽ 3Dയിൽ അവരുടെ ഹൈ എൻഡ് പ്രൊജക്ടറിൽ കിഡിലൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയ്ക്കും പ്രത്യേകമുണ്ട്. ചിലപ്പോൾ അതിനൊക്കെ ഞാൻ ബറോസ് മോശം എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടാവേണ്ടായിരിക്കാം, പക്ഷേ ഡെസ്പിക്കബിൾ മീൻ്റെ ഡെപ്ത് യൂസേജ് ഭയങ്കര നല്ലതായിരുന്നു. അതിൻ്റെ ഇപ്പോൾ ഔട്ട് ഓഫ് സ്ക്രീൻ എഫക്ട്സും ഉണ്ടായിരുന്നു. അതും ആവശ്യത്തിന് മാത്രമാണ് അവർ യൂസ് ചെയ്തത്. അത് നമ്മൾ ആ സിനിമയിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുപോകുന്ന രീതിയിലല്ല. അത് വേറെ ആവശ്യമില്ലാണ്ട് വെറുതെ കുറച്ച് സാധനം പുറത്തെറിയുന്നതോ അല്ലെങ്കിൽ ഒരു ആവശ്യമില്ലാണ്ട് കൈ നീണ്ടു വരുന്നതോ അല്ല സിനിമയ്ക്ക് അത് കാണിച്ചത്. കൃത്യമായ സീനിനനുസരിച്ചാണ് ഔട്ട് ഓഫ് സ്ക്രീൻ വന്നത്. അതുകൊണ്ട് തന്നെ
എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെസ്പിക്കബിൾ മി 4 3D ആണ് ഈ എൻ്റെ ഇയറിൽ. മാത്രമല്ല അതൊരു ഫ്ലാറ്റ് റേഷ്യോ മൂവി ആയിരുന്നു, അതുകൊണ്ട് തന്നെ PXL അത് ഫുൾ സ്ക്രീനും ആയിരുന്നു. സോ എല്ലാ രീതിയിലും ഇമേഴ്സീവ് 3D എക്സ്പീരിയൻസ് ആണ്. പിന്നെ അറ്റ്മോസ്മിക്സും നല്ലതായിരുന്നു. ടോട്ടൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ PXL കണ്ട ബെസ്റ്റ് എക്സ്പീരിയൻസ് ഒരെണ്ണം ഇതായിരുന്നു. 3Dയിൽ എൻ്റെ ഫേവറേറ്റ് എക്സ്പീരിയൻസ് PXL ഡെസ്പിക്കബിൾ മി 4 ആണ്. പക്ഷേ ടോട്ടൽ എക്സ്പീരിയൻസ് എനിക്ക് PXL കിട്ടിയിട്ടുണ്ടെങ്കിലും PVR കൊച്ചിയിലെ PXLൻ്റെ കാര്യമാണ് ഞാൻ ഫോറം മോൾ കൊച്ചിയിലെ PXLനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എൻ്റെ ബെസ്റ്റ് എക്സ്പീരിയൻസ് PXL നിന്ന് കിട്ടിയത് ഒരു സിനിമയാണ് ഡെസ്പിക്കബിൾ മി 4. ബെസ്റ്റ് 3D എക്സ്പീരിയൻസ് ഫോർ മീ 2024. പിന്നെ ഇതുകൂടാണ്ട് IMAXൽ എൻ്റെ ഫേവറേറ്റ് 3D എക്സ്പീരിയൻസ് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. കാരണം ഞാൻ മിക്ക IMAX 3D സിനിമകളും കൂടുതലും കണ്ടിട്ടുള്ളത് കോയമ്പത്തൂരിൽ പോയിട്ടാണ്. ഓൾമോസ്റ്റ് എല്ലാം വളരെ സിമിലാണ്, അങ്ങനെ സ്റ്റാൻഡ് ഔട്ടായിട്ട് ഒന്നും പറയാനൊന്നുമില്ല. കാരണം എല്ലാം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഇത് ഭയങ്കര കിടിലനാണെന്ന് തോന്നാം. പക്ഷേ ആക്ച്വലി ഇനിയിപ്പോൾ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിനാണ്. കാരണം ഫ്രെയിം ബ്രേക്ക് 3D അതിനകത്ത് ഉണ്ടായിരുന്നു. ഫ്രെയിം ബ്രേക്ക് 3D ഒരു റെയറായിട്ടാണ് IMAXൽ അവർ യൂസ് ചെയ്യാറ്. IMAX എക്സ്ക്ലൂസീവ് ഫീച്ചറാണ്. അതായത് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ സ്കോപ്പ് റേഷ്യോ മൂവിയാണ്. അപ്പോൾ അതിനകത്തുനിന്ന് സാധനങ്ങൾ കുറച്ച് സീനുകൾ, എല്ലാ സീനുകളും കുറച്ച് സീനിൽ ആ സ്കോപ്പ് റേഷ്യോൻ്റെ ആ മേലെയുള്ള 2 ബ്ലാക്ക് ബാറിലേക്ക് ഈ 3D എഫക്റ്റ് വരും. അതൊരു രസമുള്ള പരിപാടിയാണ്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവുള്ളൂ. അത് ഞാൻ കണ്ടത് TVMലെ IMAX ആണ്. ട്രിവാൻഡ്രത്തെ 2K Xenon ഉള്ള 6 പാനലുള്ള TVMലെ IMAX ആണ്. ആ IMAXൽ അത് നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നല്ല രീതിയിൽ കിട്ടി. ഒബ്വിയസ്ലി ഷാർപ്നെസ് ഒക്കെ കുറവായിരുന്നു, ബട്ട് ദാറ്റ്സ് ഫൈൻ. ഐ മീൻ ആ സിനിമ ഭയങ്കര ഹെവി ഷാർപ്പ് മൂവിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മാത്രമല്ല എക്സ്പീരിയൻസ് നന്നായാൽ മതി. നമുക്ക് സ്പെക്കൊക്കെ അവിടെ ഉണ്ടാവും, പക്ഷേ എക്സ്പീരിയൻസ് നന്നായാൽ മതി. അത് കിടിലനായിരുന്നു. അതെനിക്ക് കിട്ടിയത് ട്രിവാൻഡ്രം ലുലു മാളിലുള്ള IMAX എന്നാണ്. ഐ ഹോപ്പ് ദൈ അപ്ഡേറ്റ് ദൈറ്റ് IMAX ടു 4K ലേസർ ആൻഡ് 12 ചാനൽ. അതിനുള്ള സ്ഥലമുണ്ട്. അതിനകത്ത് അത് അപ്ഡേറ്റ് ചെയ്യാൻ ഡിസേർവിംഗ് ആണ്. ഒരു IMAXൽ ഒരിക്കൽ 2022 തുടങ്ങിയ IMAXൽ Xenon കൊടുത്തത് വളരെ തെറ്റായൊരു കാര്യമാണ് ശരിക്കും. PVR അത് ആക്ച്വലി ലേസറായിട്ട് തന്നെ തുടങ്ങണമായിരുന്നു. ഐ ഹോപ്പ് ദേ അപ്ഡേറ്റ് ദാറ്റ് അറ്റ്ലീസ്റ്റ് നൗ. കാരണം ഇപ്പോൾ കൊച്ചിയിൽ ഒരു 4K ലേസർ IMAX തുടങ്ങിയത് കോമ്പറ്റീഷൻ അവർക്കുണ്ട്. അതായത് ലേസർ IMAX കൊണ്ടുവരാൻ പറ്റുന്നുള്ള ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. PVR ആക്ച്വലി ഇത് മനസ്സിലാക്കി അത് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ദർ ഈസ് ആൾസോ എ റൂമർ ദാറ്റ് ഇറ്റ് മൈറ്റ് ഹാപ്പൻ. ബട്ട് എൻ്റെ ഫേവറേറ്റ് IMAX 3D എക്സ്പീരിയൻസ് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിനാണ് ബിക്കോസ് ഓഫ് ദ ഫ്രെയിം ബ്രേക്ക് 3D. കാരണം ആ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാൻ IMAX മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ഉള്ളത് എൻ്റെ ഫേവറേറ്റ് സൗണ്ട് എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞു മഞ്ഞുമൽ ബോയ്സ് അങ്ങനെ ഒരുപാട് സിനിമകൾ എനിക്ക് നല്ല സൗണ്ട് എക്സ്പീരിയൻസ് തന്നിട്ടുണ്ടെങ്കിലും എൻ്റെ ഫേവറേറ്റ് സൗണ്ട് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ PVR PXL കൊച്ചിയിൽ നിന്ന് തന്നെയാണ് എനിക്കത് കിട്ടിയിട്ടുള്ളത്. അത് ഫ്യൂരിയോസ എന്ന സിനിമയ്ക്കാണ്. കിഡിലൻ അറ്റ്മോസ്ഫിക്സ് എന്ന് പറഞ്ഞാൽ കിഡിലൻ അറ്റ്മോസ്ഫിക്സ് ആണ്. ആ സിനിമയെ ഞാൻ 3 തവണ കണ്ട സിനിമയാണ്. പക്ഷേ PXL നിന്ന് എനിക്ക് കിട്ടിയ 7.1 അറ്റ്മോസ് DCP ആണ് ആ സിനിമയുടെ. ഈ 7.1 അറ്റ്മോസ് DCP വളരെ റെയറാണ്. പൊതുവേ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, പൊതുവേ നമുക്കിവിടെ വരാറ് ഇംഗ്ലീഷ് സിനിമ ആണെങ്കിൽ പോലും പലപ്പോഴും 5.1 അറ്റ്മോസ് DCP ആണ് നമുക്ക് വരാറ്. പിന്നെ PXLന് എനിക്ക് ആ രീതിയിൽ ബേസ് കിട്ടിയൊരു സിനിമയില്ല. അതായത് വണ്ടിയുടെ റെവിങ് ഒക്കെ അതിൻ്റെ ബേസ് PXL നിന്ന് വരുന്നത് കിഡിലായിരുന്നു. കാരണം ആ സിനിമ ഓൾ റൗണ്ട് ട്യൂൺ ചെയ്തിരിക്കുന്നത് അത്ര നന്നായിട്ടാണ്. ഒരു രക്ഷയില്ലാത്ത അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കിഡിലെന്ന് വെച്ചാൽ കിഡിലൻ. ആക്ച്വലി അതിൻ്റെ ഒപ്പം തന്നെ ഏകദേശം അതിൻ്റെ ഒപ്പത്തിനൊപ്പം, അതായത് അതേ ലെവലിലും ഫ്യൂരിയസ് കുറച്ച് മേലെയാണെങ്കിലും അതിൻ്റെ ഒപ്പത്തിനൊപ്പം അറ്റ്മോസ് എക്സ്പീരിയൻസ് കിട്ടിയ സിനിമ ഏലിയൻ റോമുലസ് ആണ്. അത് ഞാൻ PVR PXL കൊച്ചിയിൽ നിന്നാണ്. പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വേറൊരു സെക്ഷനിൽ പറയാം. പിന്നെ അത് കൂടാണ്ട് അറ്റ്മോസ് അല്ലാത്തൊരു സിനിമയെന്ന് എനിക്കൊരു കിഡിലൻ എക്സ്പീരിയൻസ് PXL കൊച്ചിയിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ PXLൽ 2D ആയിട്ടുള്ള സിനിമകളിൽ ബെസ്റ്റ് എക്സ്പീരിയൻസിൽ ഒരെണ്ണമായിരുന്നു അത്. ആ സിനിമ 5.1 DCP ആയിരുന്നു, പക്ഷേ കിഡിലൻ സൗണ്ടായിരുന്നു. സിനിമയുടെ പേര് സിവിൽ വാർ എന്നാണ്. PXL കൊച്ചിക്കാർ ആകെ ഒരു പ്രാവശ്യം ഒരു ഷോ എങ്ങാണ്ടേ അത് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായിരുന്നു. ആ സിനിമ ആ തിയേറ്റർ സ്ക്രീനിൽ ഫുൾ സ്ക്രീനായിരുന്നു, ഫ്ലാറ്റ് സിനിമയായിരുന്നു. കിഡിലായിരുന്നു സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് ചാനൽസിന് യൂസ് ചെയ്ത് നമ്മൾ അങ്ങനെ കൊണ്ടുവരുന്നതിന് പകരം ഒരു നല്ല ബേസി ആയിട്ടുള്ള ഔട്ട്പുട്ടുള്ളൊരു 5.0 ചാനൽ DCP ആയിരുന്നത്. ഓരോ ബുള്ളറ്റ് നമ്മളെ നെഞ്ചത്ത് കൊള്ളുന്ന രീതിയിലായിരുന്നു. അത് IMAXിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടേണ്ടതാണ്. എനിക്കറിയില്ല എത്ര പേര് IMAXിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ PXL കൊച്ചിയിൽ നിന്നാണ് കണ്ടത്. കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ ആം ലക്കി, ഐ ആം വൺ ഓഫ് ദോസ് പേഴ്സൺ ഹു വാച്ച് ദിസ് ഇൻ PXL കൊച്ചിയിൽ. PXLന് അത് കണ്ട വളരെ കുറച്ച് ആൾക്കാരിലുള്ള ഞാനായിരുന്നു. പിന്നെ IMAXിൽ എൻ്റെ ഫേവറേറ്റ് സൗണ്ട് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അൺഡൗട്ടഡ്ലി ഏലിയൻ റോമുലസ് ആണ്. ഡ്യൂൺ 2 വാസ് റിയലി ഗുഡ്. പക്ഷേ ഏലിയൻ റോമുലസ് എന്നോട് ചോദിക്കുവാണെങ്കിൽ എനിക്ക് IMAXിന് ഇതുവരെ ഇത്രയും കിഡിലിനായിട്ടുള്ള
12 ചാനൽ എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. അത്യാവശ്യം 12 ചാനൽ എക്സ്പീരിയൻസ് കുറേ സിനിമകൾ കാണുമ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ ലെവലിൽ എനിക്ക് കിട്ടിയിട്ടില്ല. പൊതുവേ ഞാൻ അറ്റ്മോസ് പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്. കാരണം എനിക്ക് അറ്റ്മോസിൻ്റെ ചാനൽ യൂസ് ചെയ്യുന്ന രീതിയും അതെന്നെ സിനിമേൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന ഇമേഴ്സീവ് ആക്കുന്നതും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അറ്റ്മോസ് എനിക്ക് എപ്പോഴും പ്രിഫറൻസ് കൂടുതലായിരിക്കും. ചിലപ്പോൾ ഐമാക്സിനെ വെച്ച് കമ്പയർ ബേസ് ഒക്കെ കുറവായിരിക്കും, ഒരു ഫുള്ളർ സൗണ്ടൊന്നും അല്ലായിരിക്കും. പക്ഷേ അത് വരുന്ന ആ സ്പേഷ്യൽ സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടം. കാരണം നമ്മൾ 3D സിനിമ നമ്മൾ കണ്ണട വെച്ച് കാണുന്ന വ്യൂയിങ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് സൗണ്ടിൽ നിന്ന് അറ്റ്മോസിൽ നിന്ന് കിട്ടുന്നത്. ദാറ്റ് ഈസ് അൺമാച്ച്ഡ് ഫോർ മീ. ആ 12 ചാനലിൻ്റെ സൗണ്ട് ഐമാക്സിനുണ്ടെങ്കിൽ ഐമാക്സ് ഒരിക്കലും ഇങ്ങനെ മൂവ് ചെയ്യുന്ന രീതിയിലല്ല അവരെ സൗണ്ട് യൂസ് ചെയ്യുന്നത് പൊതുവെ. പക്ഷേ ആദ്യമായിട്ടാണ് ഐമാക്സിൽ ഐ ഫെൽറ്റ് 12 ചാനൽ സൗണ്ട് ക്യാൻ മാച്ച് ഡോൾബി അറ്റ്മോസ് എനിക്ക് തോന്നിയത്. ആ രീതിയിൽ ഞാൻ പറഞ്ഞാൽ അത് രണ്ട് സെയിം ആയിരുന്നല്ല, പക്ഷേ അടിപൊളി എന്ന് വെച്ചാൽ അവിടെ ഉള്ള എല്ലാ 12 ചാനൽ സ്പീക്കറുകളും കൃത്യമായി ഇത്രയും പിഞ്ച് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഞാൻ ശരിക്കും ഫീൽ ചെയ്ത ആ സിനിമയ്ക്കാണ്. ഡ്യൂണിലും അതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ 1, 2, 3 സീനുകളിലൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ ഇതൊരു രക്ഷയിലായിരുന്നു. ആദ്യത്തെ 2, 3 മിനിറ്റ് ഉള്ളിൽ തന്നെ നമുക്ക് ആ എക്സ്പീരിയൻസ് കിട്ടും. ആ ലെവലിലാണ് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ആ സിനിമ സൗണ്ട് ട്യൂണിങ് അത്ര നല്ലതുകൊണ്ട് തന്നെയാണ്. കാരണം എനിക്ക് അറ്റ്മോസിൽ അതുപോലെ തന്നെ നല്ല സൗണ്ടായിരുന്നു. പക്ഷേ അറ്റ്മോസിൽ ഞാൻ ഫ്യൂരിയോസയാണ് കുറച്ച് ചെറുതായിട്ട് പ്രിഫർ ചെയ്യുന്നത്. കാരണം ബേസിൻ്റെ യൂസേജ് കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു എനിക്ക് തോന്നി ഫ്യൂരിയോസയിൽ. ബട്ട് ദിസ് വാസ് അമേസിങ്. ഐമാക്സ് 12 ചാനലിൽ എൻ്റെ ഫേവറേറ്റ് സൗണ്ട് വാസ് ഏലിയൻ റോമുലസ്. ആക്ച്വലി ഏലിയൻ റോമുലസ് ഐമാക്സ് എക്സ്പീരിയൻസ് എൻ്റെ ബെസ്റ്റ് സെക്കൻഡ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ കൊല്ലത്തെ. കാരണം അത് ഫുൾ സ്ക്രീൻ ആയിരുന്നു മുഴുവൻ നേരം. ഐമാക്സിൻ്റെ സ്ക്രീൻ ഫില്ല് ചെയ്തിരുന്നു. അതുകൊണ്ട് അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. PXL സ്കോപ്പ് റേഷ്യോ ആയിരുന്നു. ഐമാക്സിൽ ഒബ്വിയസ്ലി 1.9 റേഷ്യോ ഉള്ള സിനിമ എക്സ്ക്ലൂസീവ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഐ ഹോപ്പ് അവർ ആ സിനിമ ആക്ച്വലി ഐമാക്സ് റേഷ്യോ ഉള്ള എക്സ്ക്ലൂസീവ് റേഷ്യോ ഉള്ള ബ്ലൂറേ ഒക്കെ ഇറക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഇറക്കണം എന്നാണ് എനിക്ക് അഭിപ്രായം. അവർ ഈ സ്കോപ്പ് റേഷ്യോ ഇറക്കിയത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇറ്റ് വാസ് സോ ഗുഡ്. ഫ്ലാറ്റ് റേഷ്യോയിൽ ഇത് കാണാൻ എന്ത് അടിപൊളിയായിരുന്നു അറിയും. ആരെങ്കിലും ഐമാക്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റുമോ അത് ഞാൻ പറയുന്നത് എന്താണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ദിസ് ഈസ് ഫ്യൂച്ചർ മീ. അപ്പോൾ നേരത്തെ ഞാൻ ചെയ്ത വീഡിയോയിൽ എഡിറ്റിങ്ങിൽ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഒരു സംഭവം ഞാൻ പറയാൻ മിസ്സായിപ്പോയി എന്നുള്ളത്. സൗണ്ടിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഈ വർഷം ഏറ്റവും ബെസ്റ്റ് സറൗണ്ട് എക്സ്പീരിയൻസ് കിട്ടിയ സിനിമയെ കുറിച്ച് പറയാതിരിക്കുന്നത് മോശമല്ലേ. അപ്പോൾ എനിക്ക് ഏറ്റവും ബെസ്റ്റ് സറൗണ്ട് എക്സ്പീരിയൻസ് കിട്ടിയത് ദ വാച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് സിനിമയ്ക്കകത്തുനിന്നാണ്. കിഡിലെന്ന് വെച്ചാൽ കിഡിലിന് സറൗണ്ട് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് സറൗണ്ട് ചാനൽസ് ഇത്രയും നന്നായിട്ട് യൂസ് ചെയ്തൊരു സിനിമ ഞാൻ ഈ വർഷം വേറെ കണ്ടിട്ടില്ല. കഴിഞ്ഞ വർഷം ഇതുപോലെ ക്രിയേറ്റഡ് എന്ന സിനിമ ഉണ്ടായിരുന്നു. അതിൻ്റെ സറൗണ്ട് ചാനൽ എക്സ്പീരിയൻസ് അതിഭീകരമായിരുന്നു. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള സറൗണ്ട് ചാനൽ എക്സ്പീരിയൻസ് ആയിരുന്നു വാച്ചേഴ്സ് എന്ന്. അതായത് ഒരു വീട്, അതിൻ്റെ ചുറ്റും കാട്, അതിൻ്റെ ചുറ്റും ഏലിയൻസും അതുപോലത്തെ ജീവികളൊക്കെ വരുന്നതൊക്കെയാണ് സിനിമ. അത് കൃത്യമായി ഓരോ ചാനലിലൂടെ യൂസ് ചെയ്ത് നമ്മളെ ആ സറൗണ്ടിൻ്റെ എത്തിച്ച് നമ്മളതിലേക്ക് ഇമേഴ്സീവ് ആക്കുന്നൊരു കിഡിലൻ സറൗണ്ട് ചാനൽ എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമ അത്ര നല്ലതൊന്നുമല്ല. ഈ സിനിമ തിയേറ്ററിൽ കണ്ടവർക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകും. കാരണം അത്രയ്ക്ക് അടിഗംഭീരമായ സറൗണ്ട് എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി ഈ സിനിമ എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഈ സറൗണ്ട് എക്സ്പീരിയൻസ് കാരണം മാത്രം ഞാൻ ആക്ച്വലി സറൗണ്ട് എക്സ്പീരിയൻസ് എൻജോയ് ചെയ്ത് ഞാൻ ആ സിനിമ തീരുന്ന വരെ ഇരുന്നു. കാരണം അത്രയും ആ രസമായിരുന്നു ആ സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി. പിന്നെ അതുകൂടാണ്ട് പെട്ടെന്ന് സറൗണ്ട് എക്സ്പീരിയൻസ് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത് ഭൂൽ ഭുലയ്യ 3 ആണ് ഹിന്ദിയിൽ. ഇതിനായിട്ട് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഭൂൽ ഭുലയ്യ 3 ഞാൻ അറ്റ്മോസിലല്ല കണ്ടത്. അതിൻ്റെ സറൗണ്ട് എക്സ്പീരിയൻസ് ഭയങ്കര നല്ലതായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സറൗണ്ട് ചാനൽ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അറ്റ്മോസിൽ കണ്ടവർക്ക് വേണമെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യാം അറ്റ്മോസ് എങ്ങനെയാണെന്നുള്ള. സറൗണ്ട് എക്സ്പീരിയൻസ് ആക്ച്വലി അതിന് ഭയങ്കര നല്ലതായിരുന്നു. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. വാച്ചേഴ്സിൻ്റെ അടുത്തൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. വാച്ചേഴ്സ് ഒരു ടോപ്പ് ലെവൽ സറൗണ്ട് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. നമുക്ക് ഓൾറെഡി ഇവിടെ കൊച്ചിയിൽ ഒരു 4K ലേസർ ഐമാക്സ് തുടങ്ങി. അവിടെ ഇപ്പോൾ ഞാൻ ആകെ 3 സിനിമ കണ്ടിട്ടുള്ളൂ. സോ എനിക്ക് അങ്ങനെ സ്റ്റാൻഡ് ഔട്ടായി നിൽക്കുന്നു. ഇപ്പം ഞാൻ മുഫാസയും മോഹന 3D ഒക്കെ നല്ല 3D എക്സ്പീരിയൻസ് ആയിരുന്നു. ബട്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ഔട്ട് ഓഫ് ദ വേ 3D എക്സ്പീരിയൻസ് ഒന്നും അല്ലായിരുന്നത്. കിടിലൻ 3D എക്സ്പീരിയൻസ് ആണ്. ബട്ട് ഈ നമ്മുടെ ഡെസ്പിക്കൽ മീ 4 പോലെയോ അല്ലെങ്കിൽ ഡെഡ്പൂൾ വൂളറിയും പോലെയൊരു സ്റ്റാൻഡ് ഔട്ട് 3D സിനിമകൾ അവിടെ വന്നിട്ടില്ല. അവിടെ പിന്നെ നമുക്കത് കിട്ടുമായിരിക്കും. സോ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ഇയറിൽ കുറേ കൂടി അടിപൊളി 3D സിനിമകൾ വരട്ടെ എന്നുള്ളത്. പിന്നെ ബറോസിൻ്റെ 3D ഭയങ്കര നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഞാൻ പറഞ്ഞില്ല, എനിക്ക് PXL നിന്ന് മോശം എക്സ്പീരിയൻസ് ഉണ്ടാവുകൊണ്ട് എനിക്ക് ഒരിക്കലും അതിൻ്റെ 3D ഒക്കെ സംസാരിക്കാൻ പറ്റില്ല. ഒബ്വിയസ്ലി ഞാൻ ആ സിനിമ രണ്ടാമത് കാണും. എവിടെ നിന്ന് കാണുമെന്ന് ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല. എനിക്ക് ആ സിനിമ അത്ര വർക്കാവുന്ന സിനിമയോണ്ടാണ് അത് ഞാൻ എന്തായാലും കാണും ഒന്നും കൂടി. എനിക്ക് ആ 3D എഫക്റ്റ് പ്രോപ്പർലി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, അത് ഫീൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സോ എന്തായാലും ഞാൻ കാണും. ബട്ട് ഈ ഒരു രക്തചുരുക്കമാണ്. വേറെയും ഒരുപാട് സിനിമകളെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ്, ഇപ്പോൾ ആവേശത്തിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കര നല്ലതായിരുന്നു. അത് പക്ഷേ ടെക്നിക്കലി ഉള്ള ഇതിനേക്കാൾ കൂടുതൽ ക്രൗഡ് എക്സ്പീരിയൻസ് ആണത്. ടെക്നിക്കലി ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്.
വേറെയും ഉണ്ടാവും. നിങ്ങൾക്ക് എൻ്റെ സെയിം ലിസ്റ്റ് ആയിരിക്കണം എന്നില്ല. നിങ്ങൾക്ക് ഏത് തിയേറ്ററിനാണ് നിങ്ങൾക്ക് ബെസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടത്, ഏത് സിനിമകളാണ് നിങ്ങൾക്ക് ബെസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ട്, 3D നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ട, 2D നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ട, സൗണ്ട് നിങ്ങൾക്ക് ഇപ്രാവശ്യം ഏത് സിനിമയുടെയാണ്, ഏത് തിയേറ്ററിലാണ് ഇഷ്ടപ്പെട്ട, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ നിങ്ങളതെല്ലാം ഷെയർ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കും അറിയണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഓൾസോ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. എൻ്റെ ഫേവററ്റ് തിയേറ്റർ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടില്ല, കഴിഞ്ഞ കൊല്ലം ചെയ്തിരുന്നെങ്കിലും ഇക്കൊല്ലം ചെയ്തിരുന്നു, സ്റ്റിൽ ഇറ്റ്സ് ബ്രോഡേ സിനിമാസ് കോയമ്പത്തൂർ. ദാറ്റ് ഈസ് വൺ ഓഫ് ദ പെർഫെക്റ്റ് മൾട്ടിപ്ലക്സ് ഐ ഹാവ് സീൻ. കൃത്യമായ വേണ്ട 2 റീജിയണൽ മൂവിക്ക് വേണ്ട ഫോർമാറ്റായ എപ്പിക്കും ഇൻ്റർനാഷണൽ മൂവീസിന് വേണ്ട ഫോർമാറ്റായ ഐമാക്സും പിന്നെ അതിൻ്റെ ഒപ്പം ബാക്കിയുള്ള സ്ക്രീനുകളും ടോപ്പിൻ്റെ സ്പെക്സ് കൊടുക്കുന്ന വൺ ഓഫ് ദ റെയറസ്റ്റ് ഓഫ് മൾട്ടിപ്ലക്സ് ആണത്. ഇറ്റ് ഈസ് സ്റ്റിൽ മൈ ഫേവററ്റ് മൾട്ടിപ്ലക്സ്. സോ ഐ ഹോപ്പ് നമുക്ക് കേരളത്തിലേക്ക് ഇനി പുതിയ എപ്പിക് വരട്ടെ, പുതിയ ഐമാക്സ് വരട്ടെ. ഐ ഹോപ്പ് ദിസ് ഓൾ തിങ്സ് ഹാപ്പൻസ്. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു മോർ പ്രീമിയം ലാർജ് ഫോർമാറ്റുകൾ നമ്മളിവിടെ കൂടുതൽ വരുന്നത് നോക്കിയിരിക്കുകയാണ് ഞാൻ. സത്യം പറഞ്ഞാൽ ഏതൊക്കെയോ വരുന്നുണ്ടെന്ന് എനിക്കും അറിയാം, നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനും പറ്റില്ല. ഇറ്റ്സ് ഓൾ റൂമേഴ്സ്. ഐ ഹോപ്പ് ദിസ് ഹാപ്പൻസ് വെരി ഫാസ്റ്റ്. സോ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ താഴത്ത് ഷെയർ ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ. എന്തായാലും ഇതായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് ഈ വർഷത്തെ. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.